യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. തല താഴ്ത്തുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തിയെന്നും അങ്ങനെ ഒരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരുവാൻ അനുവദിക്കേണ്ടതില്ല എന്ന സമ്മർദ്ദം നേതൃത്വത്തിന്മേലുണ്ട്. പക്ഷേ ഇതിലും തൊലിയുരിയുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത MLA-മാരും മന്ത്രിമാരും ഉള്ളപ്പോൾ എന്തിന് രാഹുൽ രാജിവെക്കണം? നിയമസഭാ സമ്മേളനം അടുത്ത മാസം 15-ന് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ ഉണ്ടാകും എന്നും പറയുകയാണ്. BJP-യും CPI-യും നേതാക്കളെതിരെ കുറിച്ച് സംസാരിക്കാൻ പോയിട്ട് നാവനക്കാനുള്ള അവകാശം പോലുമില്ല. അവരൊക്കെ കോഴി ഫാമുകളാണ് നടത്തുന്നത്. നടൻ കൂടിയായ LDF-ന്റെ MLA മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിട്ടും രാജിവെച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാഹുലിന്റെ രാജി ആവശ്യം കോൺഗ്രസ് നിരാകരിക്കുന്നത്. കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റ്, എൽദോസ് കുന്നംപള്ളി എന്നിവർക്കെതിരെയും കേസുകളുണ്ടായിട്ടും അവർ തുടരുന്നതും രാഹുലിന് അനുകൂലമാണ്. ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞ് ആരും രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുമില്ല. എന്നാൽ ഈ 3 പേർക്കെതിരെ ഉണ്ടായ പരാതികളും രാഹുലിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാതികളും ഒരേ തട്ടിൽ കോൺഗ്രസ് കാണുമോ എന്നതാകും ഇനി നിർണായകം. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അത് നിയമ നടപടിയിലേക്ക് കടക്കുകയും ചെയ്താൽ രാഹുലിന് പാർട്ടിയുടെ സംരക്ഷണം കിട്ടണം എന്നില്ല എന്നതും വസ്തുതയാണ്. പാർട്ടി തല അന്വേഷണം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ചർച്ചകൾ നടക്കുകയാണ്. KPCC-ക്ക് ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. എന്നാൽ ആ സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുമില്ല. ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് രാഹുലിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നത്. ഒരു പരാതി പോലും ലഭിക്കാഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നുണ്ട്. സതീശന്റെ ആ പ്രതികരണങ്ങളിൽ കൂടി പോകാം. BJP നേതാക്കന്മാർ ശരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയും. എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആള്? അവർ എത്ര പേര് രാജിവെച്ചു? ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനം. ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. വിട്ടുവീഴ്ചയില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി ഒരു സ്ത്രീക്കെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്. ഒരു UDF പ്രവർത്തനം നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും. ഒരു സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടിയെടുക്കും. അത് തെറ്റാണ്. ഇത് കോൺഗ്രസിന്റെ കൾച്ചറല്ല, കോൺഗ്രസിന്റെ സംസ്കാരമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ സമൂഹ മാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല. അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും അതിന്റെ ആവേശപരിതരായിട്ട് അത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എന്റെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, കർശനമായ നടപടിയാണ് പറഞ്ഞല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും അതൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഞാൻ എന്തിനാണ് അങ്ങനെ അത് പറയാം? എന്തായാലും എന്റെ റിസൾട്ട് അങ്ങ് 2-1 തന്നെ. അല്ലല്ല, ഞാൻ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനുള്ള അത് അദ്ദേഹത്തിനില്ലേ. ഞാനൊന്ന് നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് കൊണ്ട് ഞങ്ങൾ ആരാണെങ്കിലും കേൾക്കണ്ടേ. നമ്മളൊരു അന്വേഷണം നടത്തുമ്പോൾ ആരോപണ വിധേയനായ ആൾക്ക് കൂടിയുള്ള അഭിപ്രായം ഞങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ സമ്മേളനത്തിൽ. എല്ലാ സുസ്ഥ എല്ലാ വാക്കും. അപ്പൊ ഞാൻ CPM എന്ത് ചെയ്യുന്നു, BJP എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവനക്കാൻ ഉള്ള അവകാശമില്ല. കാരണം അവര് ഓരോ കേസും ഒന്നല്ലല്ലോ, ഒന്നാണോ? ഞാൻ പറയുന്ന കോഴി ഫാമാണ് ഞാൻ. പക്ഷെ പേരൊന്നും പറയും, ആരെയും പേര് പറഞ്ഞാൽ ആരെയും ഞാൻ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ നോക്കണം. പക്ഷേ ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കി കയ്യിലെ വിരലുകളെല്ലാം സ്വന്തം നെഞ്ചത്തോണ്ടാണ് ചൂണ്ടുന്നവർക്ക് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കിയോ, ഇതിന്റെ അകത്ത് കേരളത്തിലെ കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എന്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു. ഒരാള് ഒരു സ്ലിപ്പ് വരാം, പക്ഷെ കറക്റ്റ് ചെയ്തു തെറ്റുപറ്റി പോയെന്നാണ്. ഞാൻ അപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ്.
അതൊന്നും പറ്റില്ല, അതൊന്നും കോൺഗ്രസ് പറ്റില്ല. കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല അതൊക്കെ അതില്ല. നിങ്ങൾ അതിപ്പോ എന്ത് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരുടെ പേര് സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ തീരുമാനിച്ചിരുന്നില്ല എല്ലാവരും ഇല്ലേ? അടുത്ത ഇലക്ഷനുള്ള നമുക്കൊന്നും ഒരു പണിയില്ലല്ലോ, കുറച്ച് പണി നമുക്കില്ല. അടുത്ത അസംബ്ലി ഇലക്ഷന്റെ മുഴുവൻ സ്ഥാനാർത്ഥി നിങ്ങൾ തീരുമാനിച്ചു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിച്ചു. നമുക്കൊരു ജോലി ഇല്ലാതാക്കല്ലേ? ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു തർക്കവും. അത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ, വിലയുന്ന തർക്കം ഉണ്ടാവണം. ഇതിന്റെ അകത്തുള്ള പ്രശ്നം ഒന്നിലധികം ആളുകൾ എഫിഷ്യന്റ് ആയിട്ടുള്ള അതിന് പ്രാപ്തിയുള്ള ആളുകളുണ്ട്. അതിൽ നിന്ന് ഒരാളെ വയ്ക്കാൻ പറ്റുള്ളൂ, ഒരാളെ വയ്ക്കും. അത് വെല്ലുവിളിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഞങ്ങൾ കൃത്രിമം കാണിക്കില്ല. കാരണം പരിശോധിക്കാൻ ഞങ്ങളുണ്ട്. ഒരു വോട്ട് പോലും അനധികൃതമായി ചേർത്താൽ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അനധികൃതമായി CPM ചേർക്കില്ല, BJP ചേർക്കില്ല. നോക്കാൻ ഞങ്ങളുണ്ട് ഇപ്രാവശ്യം. അപ്പൊ കണ്ടല്ലോ, ഞങ്ങൾ വോട്ട് ചേർത്ത കണ്ടല്ല, ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വോട്ട് ചേർത്ത കണ്ടല്ല. അതുപോലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള സംവിധാനവും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ UDF-നും ഉണ്ട്. ഞങ്ങളത് നന്നായി പരിശോധിക്കും. ഒരാള് കള്ളവോട്ട് ചേർത്ത് ജയിക്കാന്ന് ഒരാളും വിചാരിക്കും. അതിനുള്ള ഡയറക്ഷൻ ഒന്നും ഒരാളും കൊടുക്കണ്ട. ഇപ്പൊ പ്രൂവ് ചെയ്തല്ലോ, കള്ളവോട്ട് ചേർത്തിട്ടാണ് ജയിച്ചതെന്ന് പ്രാവശ്യം. ഇനി ഒരാൾ ചേർക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെയും കൂടി ഭാഗത്ത് തെറ്റുണ്ട്, കള്ളവോട്ടാന്ന് കയറി. അപ്പൊ അതുകൂടി ഞങ്ങൾ വിലയിരുത്തും. വളരെ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത സ്റ്റാൻഡാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തത്. ഇടയ്ക്ക് ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഒരു വാദം അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം.